ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ബിസ്മില്ല കുക്ക് വിത്ത് ലവ്. ഇന്നത്തെ വീഡിയോയിൽ ഒരു പനീർ റൈസാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ആക്കി തരുന്നത്. അതിനായിട്ട് ആദ്യമായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 3 to 4 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. അതിലേക്ക് വീണ്ടും 2 ടേബിൾ സ്പൂണോളം പശുവിൻ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് 2-3 ഗ്രാമ്പൂവും ഏലക്കയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ബേ ലീവ്സ് ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് ചെറുതായി മുറിച്ച് വെച്ച 2 തക്കാളിയും 1 സവാളയും 4 പച്ചമുളകും, അതിൻ്റെ കൂടെ നമ്മുടെ കയ്യിലുള്ള ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ക്യാരറ്റും കാബേജ് ക്യാപ്സിക്കം അങ്ങനെ നമ്മൾ വെജിറ്റബിൾ റൈസിൽ യൂസ് ചെയ്യുന്ന ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് ഞാൻ ചേർത്ത് കൊടുത്തത് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി ചതച്ചതും 1 ടേബിൾ സ്പൂണോളം ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതുകൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ട് എണ്ണയിൽ സോട്ടാക്കി എടുക്കണം. ഇത് ഒരു 5 മിനിറ്റോളം എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഇതിപ്പോൾ ഏകദേശം എല്ലാം ഒന്ന് വഴറ്റി വരുമ്പോൾ നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുപൊടിയും 1 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ പൊടികളും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എല്ലാം തന്നെ നല്ലതുപോലെ ഈ വെജിറ്റബിളിലേക്ക് മിക്സാക്കി എടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കൂടെ നമുക്ക് കിട്ടും. ഇനി അത് അടച്ച് വെച്ചിട്ട് ഒരു 5 to 10 മിനിറ്റ് വരെ വീണ്ടും ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി അതിലേക്ക് ഞാൻ ചേർത്തത് 1/2 ടേബിൾ സ്പൂണോളം ഗരം മസാല പൗഡറാണ്. അതുകൂടെ ചേർക്കുമ്പോഴത്തേക്കും നല്ലൊരു ഫ്ലേവർ വരും. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 പാക്കറ്റ് പനീറാണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് കമ്പനിയുടെ പനീർ വേണമെങ്കിലും എടുക്കാം. ഞാൻ മിൽമയുടെ പനീറാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. ഈ പനീർ നമ്മൾ ഇതിലേക്ക് ചേർക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള പനീർ വേണം കേട്ടോ ചേർക്കാൻ. നമ്മൾ ഫ്രീസ് ചെയ്തത് ഡയറക്റ്റായിട്ട് ഇതിലേക്ക് ഇടരുത്. ഇനിയിപ്പോൾ നമ്മുടെ പനീറും നമ്മളിട്ട വെജിറ്റബിൾസും സവാളയും തക്കാളിയും പിന്നെന്താണ് പൊടികളും എല്ലാം കൂടെ നന്നായിട്ട് എണ്ണയിൽ വഴറ്റി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ അരിക്കനുസരിച്ചിട്ടുള്ള വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. 1:2 എന്ന പ്രപ്പോർഷനിലാണ് കേട്ടോ ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് കറി ലീവ്സും കൂടെ ചേർത്തതിന് ശേഷം വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബാസ്മതി റൈസ് ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. അരിയൊക്കെ നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേനും അടച്ചു വെച്ചതിന് ശേഷം ഒരു 10 to 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പനീർ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കണേ. താങ്ക് യു. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.